നൈജീരിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ B2 റിവർ ഷിപ്പിൽ ജോലി ചെയ്തിരുന്ന കാസർഗോഡ് പനയാൽ സ്വദേശി റജി ഭാർഗവനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹത്തെ കൂടാതെ 10ഓളം പേരാണ് ആ കപ്പലിലുണ്ടായിരുന്നത്. ഈ സംഭവ സമയം നമുക്ക് ചോദിക്കാം. കപ്പൽ ഏത് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ആ സമയം ഇത് നടക്കുമ്പോൾ? ലോമയിലിരുന്ന് ക്യാമറോണൊക്കെ പോയായിരുന്നു കപ്പൽ. ക്യാമറോൺ എത്തുന്നത് ബിഫോർ 1 ഡേ ആണ് ഈ സംഭവം നടന്നത്. ക്യാമറോണിൽ എത്തുന്നതിന് ഒരു ദിവസം മുമ്പ്, അതായത് നെക്സ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ആയിരുന്നു കിട്ടിയത്. ഈ സംഭവ സമയം താങ്കൾ എന്തായിരുന്നു കപ്പലിൽ എന്താ ജോലി ചെയ്തുകൊണ്ടിരുന്നത്? പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നോ അല്ല വിശ്രമത്തിലായിരുന്നോ? എന്താണ്, എത്ര ജീവനക്കാരുണ്ടായി? ഓൾമോസ്റ്റ് എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ ടൈമിലാണ് ഷിപ്പ് ഡ്യൂട്ടിയിലുണ്ടാവും. ഇത് 7:35 എൻ്റെ ഡ്യൂട്ടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ ഷിപ്പ് ഇതായിരുന്നു കഴിഞ്ഞു, റൂമിലായിരുന്നു ആ സമയത്ത്, അനൗൺസ്മെൻറ്റ് സമയത്തെല്ലാം. എങ്ങനെയായിരുന്നു ഈ കപ്പൽ റാഞ്ചിയെടുത്തു കൊള്ള സംഘം കടൽ കൊള്ളക്കാർ എന്ന വിവരം ആ സമയത്ത് താങ്കൾ മനസ്സിലാക്കിയത് കപ്പലിൽ നിന്ന്? അനൗൺസ്മെൻറ്റ് ചെയ്തു. ഞങ്ങളെല്ലാവരും സേഫിലൊരു റൂമിൽ സീറ്റിട്ട് അവിടത്തേക്ക് എല്ലാവരും എത്തുന്ന മാസ്റ്റർ സ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം അവിടത്തേക്ക് മാസ്റ്റർ ചെയ്തു. അതിന് ക്യാപ്റ്റൻ അനൗൺസ്മെൻറ്റ് ചെയ്തു. അതായത് ആൾ സൗണ്ട് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഓൾറെഡി ഓൺ ബോർഡ് എന്ന് പറഞ്ഞു പൈറസി. അപ്പോൾ എല്ലാവരും ഭയത്തിലായി. നമ്മൾ പിന്നെ അങ്ങോട്ട് നെക്സ്റ്റ് അവിടത്തേക്ക് എത്തി. എല്ലാവരും ഹെഡ് കൗണ്ട് ചെയ്തു. എല്ലാവരും അവിടെ എത്തിയെന്ന് തോന്നുന്നു. പിന്നെ ലോക്ക് ചെയ്തു. മൊത്തം കപ്പലിൽ ഈ സമയം എത്ര ജീവനക്കാരുണ്ടായി? 18 ക്രൂ. താങ്കൾ ജോലി ചെയ്യുന്ന ഈ കപ്പലിലേക്ക് ഈ കൊള്ള സംഘം എങ്ങനെയാണ് കയറി കൂടിയത്? ഓക്കെ അവരുടെ കയ്യിൽ 9 ആൾക്കാരിലെ ഒരു ബോട്ടായിരുന്നു. അതായത് 2 മെഷീനിലെ ബോട്ട്, ഒന്ന് 200-ൻ്റെ ഇതും പിന്നെ ഒന്ന് 150-ൻ്റെ അതായത് സ്പീഡ് ഉള്ളത്. അവർ റണ്ണിങ്ങിൽ ഓൺ ബോർഡ് കയറി. ഇവരറിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ലേറ്റ് ആയെന്ന് തോന്നുന്നു. നമ്മൾ കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അവർ അടുത്തെത്തി. പിന്നീട് അവർ എവിടത്തേക്കാണ് കൊണ്ടുപോയത്? ഞങ്ങൾ കൊണ്ടുപോയത് അവിടെ നിന്ന് ആർക്കും അറിയില്ല. ഞങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ദിവസം കഴിഞ്ഞു ഭയങ്കര ഇത് ബോട്ട്. പിന്നെ പിറ്റേ ദിവസം അതിലാണ് തിരിച്ച് വൈകുന്നേരമാണ് അടുത്തത് കൊണ്ടുപോകുന്നത്. ഓൾമോസ്റ്റ് 2 ദിവസം ഇല്ല. 10 ആൾക്കാരും ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടായിരുന്നതും ഓൾമോസ്റ്റ് 2 ദിവസമായി. അടുത്ത ദിവസം രാത്രി 3 മണി. ഞങ്ങൾ ഓൾമോസ്റ്റ് ആ ടൈം ഇവരുടെ ടൈം കാണുന്നത് 3 മണിയായിരുന്നു. ഭക്ഷണമില്ലാതെ 2 ദിവസം ഈ കൊള്ള സംഘത്തിൻ്റെ പിടിയിലാകപ്പെട്ട ശേഷം കഴിയേണ്ടി വന്നു. വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിൽ. സീയും ഭയങ്കര റഫായിരുന്നു. എല്ലാവരും അതുപോലെ അവസ്ഥയിലായിരുന്നു. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ പോയി. എത്ര ദിവസം ഈ രീതിയിൽ അവിടെ തുടർന്നു? 26 ഡേയ്സ് കറക്റ്റ്. 26 ദിവസം അവിടെ. എന്താ ആ സ്പോട്ടിൻ്റെ പേര് മനസ്സിലായോ? ഇല്ല, ആർക്കും ഒന്നും അറിയില്ല. ഞാനിന്നലെ ആർക്കും ഒന്നും അറിയുന്നുള്ളത്. ഞങ്ങളൊന്നും കണ്ടു. ഞങ്ങൾ മൊത്തം കവറെല്ലാം നമ്മൾ കൊണ്ടുപോയത് അറിയില്ല ആർക്കും. താങ്കൾക്കൊപ്പം മറ്റു 10ഓളം പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. അവർ എവിടെയൊക്കെ ഇല്ല ആൾക്കാരായിരുന്നു? ഏതൊക്കെ സ്വദേശമായിരുന്നു? ഇന്ത്യയിലുള്ളവർ തന്നെ? ഇന്ത്യയിലുള്ള 7 ക്രൂ ഇന്ത്യയിലെ ആൾക്കാരും പിന്നെ 3 ഇത് റൊമാനിയൻ ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയർ 2nd ഇയർ റൊമാനിയൻ പുറത്തുള്ള ആൾക്കാർ. അതുകൂടാണ്ട് നമ്മുടെ ഇന്ത്യൻസ് ആൾക്കാരുണ്ടായിരുന്നു. മലയാളി ഒന്ന് ഞാനും പിന്നെ ഒരു മലയാളി ആയത് മിനിക്കോയി കൊച്ചിയിലുള്ള. പിന്നെ 2 തമിഴൻ, ഒന്ന് ഇത് പ്രദീപ്, പിന്നെ ഒന്ന് സതീഷ്, പിന്നെ ബാക്കി നോർത്തിലുള്ള ആൾക്കാരും ഒരു 4 ആൾക്കാരും വേറെ ഉണ്ടായിരുന്നു. ഇവർ ഈ കപ്പൽ റാഞ്ചിയെടുത്തപ്പോൾ എന്താണ് ആവശ്യപ്പെട്ടിരുന്നത്? അവരെന്തു പറഞ്ഞാൽ ഭയപ്പെടുത്തിയത്? ഞാൻ പറഞ്ഞല്ലേ, ഇതെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ സീഫറാണ്. നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഐഡിയ ഉണ്ട് ഓൾമോസ്റ്റ്. ഈ റൂട്ടിൽ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഒരു 6 വർഷത്തല്ലേ നമുക്കൊരു ഐഡിയ ഉണ്ട്. പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നതല്ല. പക്ഷെ അറിയാം ഇങ്ങനെ ഒരു സേഫ് കുറവുള്ളൊരു ഇതിനെക്കുറിച്ചുള്ള ഡ്രില്ലും കാര്യങ്ങളും നമുക്ക് നടക്കലുണ്ട് ഓൾമോസ്റ്റ് ഷിപ്പിലെല്ലാം. ഐഡിയ ഉണ്ട് നമുക്ക് ഓൾമോസ്റ്റ്. നമ്മൾ സേഫറാണ്. ഇതെല്ലാം പിന്നെ കയറേണ്ടി അത്രയില്ല. പിന്നെ എന്ത് പറയില്ല. പിന്നീട് എങ്ങനെയാണ് ഈ രക്ഷപ്പെടുന്നതിൻ്റെ ആ ഒരു സന്ദേശം അങ്ങനെ എത്തി നിങ്ങളിലേക്ക് എത്തി? ഇവിടുന്ന് മോചിപ്പിക്കപ്പെടുന്നില്ല അതിനെക്കുറിച്ച് കമ്പനിയുടെ വിശ്വാസം. ബാക്കി നാട്ടിലും ആൾക്കാരും എല്ലാവരും സേഫ് ചെയ്യേണ്ടായിരുന്നു. എനിക്കറിയാം നാട്ടിൽ നിന്നും ഫാമിലിയും എല്ലാവരും പുഷ് ചെയ്യും ഇറങ്ങുന്നുള്ള വിശ്വാസം മാത്രം തന്നെ. തീർച്ചയായും താങ്കൾ ഉൾപ്പെട്ട കപ്പൽ റാഞ്ചിയെടുത്തതിൻ്റെ വാർത്ത മാധ്യമങ്ങളിലെല്ലാം നേരത്തെ വന്നതായിരുന്നു. സർക്കാർ തലത്തിൽ ഇടപെടലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സർക്കാർ എന്ന ഇതിൽ എല്ലാവരും ഇടപെട്ടെന്ന് എനിക്ക് മെയിൻ പറയാം. മീൻസ് ഇതിലെനിക്ക് പാർട്ടിയോ ഒന്നും ഇല്ല ശരിക്കും പറയാൻ വേണ്ടി ഇതൊന്നും. പക്ഷെ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. പുറത്ത് പറയുമ്പം എൻ്റെ എല്ലാ ഫാമിലിയും എല്ലാ പാർട്ടിക്കാരും എന്നെ ഹെൽപ്പ് ചെയ്തു. മെയിൻ പറയുന്നതാണെങ്കിൽ നമ്മളെ ഷാഫി പറമ്പലും ഉണ്ണിത്താൻ സാറും അവരും എല്ലാവരും ഡയറക്റ്റ് ഇതിൽ എനിക്കറിയാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം എല്ലാവരും. പിന്നെ നമ്മുടെ
ന്യൂസിയുടേതും പിന്നെ ITF കാര്യങ്ങളും എല്ലാവരും ഇതിൽ ഉണ്ടായിരുന്നു. ഇതൊന്നും അറിയാത്ത കാര്യമായിരുന്നു. ഞാൻ നാട്ടിൽ നിന്നും അറിഞ്ഞ കാര്യമാണ്. ടീം ഇത്ര പുറത്തുള്ള ആൾക്കാരും എല്ലാവരും പിന്നെ നാട്ടുകാരും മൊത്തം സപ്പോർട്ടും സീമാനും എല്ലാവരും സപ്പോർട്ടായിരുന്നു. എല്ലാം ഇതിലാണ് ഞാൻ ഇവിടെ എത്തിയത്. ഏത് ദിവസം താങ്കൾ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്? ഞാൻ വിഷുവിന് 15-16 അങ്ങനെ തോന്നും. കറക്റ്റായിട്ട് ഒന്നും പറയാൻ ഇതില്ല. അത് കപ്പൽ ത്രൂ തന്നെ വന്നത്? അല്ലല്ല, ബോട്ടിലായിരുന്നു. നമ്മൾ തിരിച്ചുമായിരുന്നു. പിന്നെ അവിടുന്ന് ഫുള്ള് മൊത്തം ഫ്ലൈറ്റായിരുന്നു ഇവിടുന്ന് വരെ. എവിടുന്ന് ഫ്ലൈറ്റിൽ കയറി? ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ല, അടുത്ത് നമ്മൾ സെക്കൻഡ് ഫ്ലൈറ്റാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി നമ്മൾ നൈജീരിയയിൽ ലാഗോസിലൊക്കെ എത്തിയിരുന്നു. അതിന് മുമ്പ് ഒരു ഫ്ലൈറ്റാണ്. ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് നമുക്ക് ആർക്കും അറിയില്ല. ഇവർ ഈ തട്ടിയെടുത്ത സമയത്ത് എന്തെങ്കിലും ആവശ്യപ്പെട്ടോ, കാശോ മറ്റോ? തട്ടിയുടെ സമയത്ത് നമ്മുടെ എല്ലാം ഇവർ ആ സമയത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇട്ടിരുന്ന ഓർമ്മ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്നുണ്ടായിരുന്ന വാച്ചായാലും നമ്മുടെ സ്ലിപ്പർ എല്ലാം ഇവർ ആ സമയത്ത് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാബിനില്ല ക്യാഷ് എല്ലാം ഇവർ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർ ബാക്കിയുള്ള ഇത്. തീർച്ചയായിട്ടും ജനപ്രതിനിധികളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടായി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇദ്ദേഹം അടക്കം 10ഓളം ഇന്ത്യക്കാരാണ് റാഞ്ചിയെടുത്ത കപ്പലിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ള സീമേൻ എല്ലാവരും ഓൾമോസ്റ്റ് കാസർഗോഡ് നല്ലോണം സീമേൻസ് ഉണ്ട്. എല്ലാവരും നല്ലോണം ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു ഓൾറെഡി. എല്ലാവരും നല്ലോണം ഇടപെടലും കറക്റ്റായി നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സുരക്ഷിതനാണ്. സന്തോഷത്തോടു കൂടി ഇപ്പോൾ ഭാര്യ വീട്ടിലാണ് ശ്രീ രജീഷ് ഭാർഗവൻ ഇപ്പോൾ ഉള്ളത്. ഇനിയും അങ്ങനെയാണ് കപ്പലിലേക്ക് ഇനിയും പോകുമോ? തീർച്ചയായിട്ടും പോകും. കപ്പലിൽ പോകും. തീർച്ചയായിട്ടും പോകും. കപ്പലിൽ പോകുന്നതിന് ഇനിയും മടിയില്ല, ഭയപ്പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ സീഫറാണ്. പിന്നെ ഒരു ഫിഷർമാൻ ഫാമിലി കൂടെയാണ്. എനിക്ക് അതിലൊന്നും ഗുരുവായതൊന്നുമില്ല. ഇതെല്ലാം നമ്മളെന്തായാലും നോർമലി നടക്കണം. അതൊന്നും വലിയ ഒന്നുമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ കപ്പൽ യാത്ര അതുപോലെ തന്നെ കപ്പൽ ജീവിതത്തിൽ നല്ലൊരു വഴി ഇനിയും തെളിഞ്ഞു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഇനിയും പോകുമെന്നാണ് പറയുന്നത്. കപ്പലിൽ തൻ്റെ രീതിയിലുള്ള ജോലികളുമായി മുന്നോട്ട് പോകാനുള്ള ഉദ്യമത്തിലാണ്. മെയിൻ കമ്പനിയായിരുന്നു. കമ്പനിയോടും കമ്പനിയിലെ ടീമും നമ്മുടെ എല്ലാ കമ്പനിയായിരുന്നു മെയിൻ. കമ്പനിയോട് മെയിൻ ബിഗ് ഇത് പറയേണ്ടത് താങ്ക്സ്. വലിയൊരു ഗ്രൂപ്പായിരുന്നു. മീൻസ് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കുറേ ടൈം എടുക്കും ഞാൻ വിചാരിച്ചത്. പക്ഷേ കമ്പനി ഇത്ര പെട്ടെന്ന് ഇറക്കും ഞാൻ വിചാരിച്ചില്ല. കമ്പനിയുടെ കൂടി നല്ലൊരു ഇടപെടൽ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഇപ്പോൾ കുടുംബത്തോടൊപ്പം പനയാലിലെ വസതിയിലാണ്.